സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകാനുള്ള യോഗം കേരള സർവകലാശാല യോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്തയിലേക്ക്. കാരണം വാക്ക് തർക്കമാണ് യോഗത്തിൽ ഇപ്പോൾ ഉടലെടുക്കുന്നത്. ഇടത് അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിൽ വാക്ക് തർക്കം തുടരുന്നു. യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാൻ ആകില്ല എന്നാണ് ഇടത് അംഗങ്ങൾ അറിയിക്കുന്നത്. നിർണായക സെനറ്റ് യോഗമാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്, ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോറം തികഞ്ഞിരിക്കുന്നു എന്നാണ് സംശയം മനസ്സിലാക്കാം. 106 അംഗങ്ങൾ ഉള്ള സെനറ്റിൽ. ശാലിനി, യോഗത്തിൽ വാക്ക് തർക്കമെന്ന് മനസ്സിലാക്കുന്നു, വിവരങ്ങൾ? അനു, നിർണായക യോഗമാണ്. യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 11 മണിക്ക് തന്നെ ഔദ്യോഗികമായി യോഗം സെനറ്റ് ചേംബറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെനറ്റ് ചേംബറിൽ തുടരുന്ന യോഗത്തിൽ വാക്ക് തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇടതംഗങ്ങളും ഗവർണറുടെ സെനറ്റ് നോമിനികളും തമ്മിലുള്ള വാക്ക് തർക്കമാണ് ഇവിടെ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇടത് സെനറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അല്ലെങ്കിൽ അവരുടെ തർക്ക ആവശ്യം എന്നുള്ളത് ഇത്തരത്തിലൊരു അജണ്ട വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അജണ്ടയെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല യോഗം എന്നുള്ളതാണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയാണ്. മുൻകൂട്ടി മറ്റ് വേറെ അജണ്ടകളൊന്നും നിശ്ചയിക്കാതെ സെനറ്റ് പ്രതിനിധി അല്ലെങ്കിൽ സെനറ്റിൽ നിന്നുള്ള സർവകലാശാല പ്രതിനിധിയെ കണ്ടെത്താനുള്ള യോഗമായി മാത്രം ഇതിനെ അംഗീകരിച്ചുകൊണ്ടും ഇതിനെ അനുമതി നൽകിക്കൊണ്ടുമായിരുന്നു യോഗം തീരുമാനിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രാർ ഈ 106 അംഗങ്ങൾക്കും ഇത്തരത്തിലൊരു കത്ത് യോഗം ചേരുന്നുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ആവശ്യപ്പെട്ട് വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നത്. അജണ്ട ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടത് അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതേസമയം തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ യോഗം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സർവകലാശാലയിൽ എത്തിയിരിക്കുന്ന സർവകലാശാല സെനറ്റ് യോഗത്തിൽ എത്തിയിരിക്കുന്ന ഗവർണറുടെ നോമിനികൾ മുന്നോട്ട് വെക്കുന്നത്. ഗവർണറുടെ നോമിനികളായിട്ടുള്ള 11 പേരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകം. അവരുടെ ആദ്യത്തെ യോഗം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രോ VC കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വാക്ക് തർക്കം യോഗത്തിന്റെ ഭാഗമായി ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങൾക്കുൾപ്പെടെ നിലവിൽ അനുമതി നൽകിയിട്ടില്ല. അതേസമയം തന്നെ SFIയുടെ പ്രതിഷേധം മുന്നിൽ കാണുന്നുണ്ട്. ആ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ സെനറ്റ് യോഗത്തിന് അത്രയധികം പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സർവകലാശാലയിലേക്ക് ഉള്ളിലേക്ക് കടക്കുന്ന പ്രധാന കവാടത്തിലും ഒപ്പം തന്നെ സർവകലാശാലയ്ക്കുള്ളിലും അടക്കം 100-ലധികം പോലീസുകാരെയാണ് നിലവിൽ സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായതിന് സമാനമായ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ തങ്ങൾക്ക് പോലീസിന്റെ സുരക്ഷ വേണം, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളൊരു ആവശ്യം ഹർജി മുഖേന ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ 11 സെനറ്റ് അംഗങ്ങൾ ഗവർണറുടെ നോമിനികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും സുരക്ഷ നൽകാം, ഒരു രീതിയിലുള്ള വീഴ്ചകളും ഉണ്ടാകില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ചതുമാണ്. ഇതിൽ പ്രകാരമാണ് ഒരു ഭാഗത്ത് പോലീസിന്റെ സുരക്ഷ ഉള്ളത്, മറുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നോണം കഴിഞ്ഞ ദിവസം VC കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം, പോലീസിന്റെ സുരക്ഷ ആവശ്യമുണ്ട്, SFIയുടെ പ്രതിഷേധം ഉൾപ്പെടെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവരും അറിയിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിനാൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. എന്തായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉടലെടുക്കുന്നു. നിലവിൽ നമുക്ക് ഈ വാക്കുതർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു രീതിയിലും ഒരുപക്ഷെ പ്രതിനിധിയെ തീരുമാനിക്കാൻ ഈ യോഗത്തിന് കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർവകലാശാല ഭേദഗതി ബില്ല് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലവിൽ VC ആവശ്യപ്പെടുന്നത് പോലെ ഇത്തരത്തിൽ സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇടതംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാട് ഈ യോഗത്തിലും ഇപ്പോൾ അവരെ ഉയർത്തുന്നുണ്ട്. അനു, ഈ യോഗം യോഗം ചേരാൻ തീരുമാനിച്ച മുതൽ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇടത് അംഗങ്ങൾ. തീർച്ചയായും ഭൂരിപക്ഷം ഇടത് അംഗങ്ങൾക്കാണ് എന്നുള്ളതും വാസ്തവമാണ് സെനറ്റിൽ. എങ്കിൽ തന്നെയും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടി ഒരു അടിസ്ഥാനമാക്കി കൂടിയാണ് വലിയ പോലീസ് സംരക്ഷണയിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ പ്രത്യേക പ്രതിനിധി സംഘം ഈ യോഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് അഥവാ ഈ പ്രത്യേക പ്രതിനിധി നിശ്ചയിക്കാൻ യോഗത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ പ്രകാരമായിരിക്കും.
അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 8-ലധികം സർവകലാശാലകളിലാണ് സ്ഥിരം വിസിമാരല്ലാതെ താൽക്കാലിക വിസിമാരുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനാണ് ഒരു അടിയന്തര തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കണ്ണൂർ സർവകലാശാല മുൻ വിസി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട് പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കവെയാണ് ഇതുമായി പൂർണ്ണ അധികാരം ചാൻസലർ കൂടിയായ ഗവർണർക്കുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്കാലുള്ള നിരീക്ഷണമൊക്കെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തെ 8-ലധികം വരുന്ന സർവകലാശാലകൾ സ്ഥിരം വിസിമാരെ നിയമിക്കാനുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിനിധി നൽകാൻ 3-ലധികം തവണയാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വിവിധ സർവകലാശാലയ്ക്ക്, കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾക്ക് നോട്ടീസ് നൽകിയത്. അതിന് കൃത്യമായ മറുപടി പല സർവകലാശാലകളും നൽകിയില്ല, പ്രതിനിധികളെ നൽകിയില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ സെനറ്റ് യോഗം ചേർന്നുകൊണ്ട് കൃത്യമായ പ്രതിനിധിയെ, സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്നൊരു ആവശ്യം ചാൻസലർ കൂടിയായ ഗവർണർ മുന്നോട്ട് വെച്ചത്. ഇല്ലെങ്കിൽ അടിയന്തരമായി തന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ താൽക്കാലിക വിസിമാർ നേരിടേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. എന്നാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ 8ഓളം വരുന്ന സർവകലാശാലകൾ സെനറ്റ് യോഗങ്ങൾ ചേരുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാല ഉൾപ്പെടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ CPM സ്വീകരിച്ച നിലപാട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രതിനിധിയെ നൽകേണ്ട കാര്യമില്ല, ഗവർണറുടെ നടപടി തിരുത്തട്ടെ, അല്ലെങ്കിൽ ഗവർണർ ഈ ഒരു ബില്ല് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ തങ്ങൾ പ്രതിനിധിയെ നൽകാൻ അംഗീകാരം നൽകില്ല എന്നുള്ളൊരു നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായി തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലും നിലപാടെടുക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിനിധിയെ നൽകാതെ ഈ യോഗം പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തെ സ്ഥിരം വിസിമാർ, വിവിധ സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനം കോടതി കയറുമെന്നുള്ളതിൽ സംശയമില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. സമാനമായി തന്നെ CPM സെനറ്റ് അംഗങ്ങളും കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്ക് തന്നെ ഒരുപക്ഷെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ കൂടി ചട്ടങ്ങൾ പ്രകാരം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഉണ്ടാകും. എന്തായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും 1 മണിക്കൂറിന് ശേഷം യോഗം പിരിഞ്ഞ് ഒരു അന്തിമ തീരുമാനം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അനു, ശരി, ഷാനിയാണ് വിവരങ്ങൾ നൽകിയത്.